എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഞാൻ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം, നാളത്തെ വിശേഷം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന സച്ചിയോട് പോലീസുകാരൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ കാറിലിരുന്ന മോശമായിട്ട് അയാൾ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞാണല്ലോ പറഞ്ഞ്, അത് പെൺകുട്ടി ആരാന്നറിയാമെന്ന് ചോദിക്കാം. ഒരു നിമിഷം സച്ചി ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഇല്ല സാർ എനിക്ക് അറിയില്ല എന്ന് പറയണം. അപ്പോഴാണ് ശരിക്കും ശ്രുതിക്ക് ശ്വാസം വീണത് തന്നെ. പിന്നീട് ഓ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാന്ന് പറയണം. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അതെ സാറേ അയാളുടെ സിമ്മ് കിട്ടിയിട്ടുണ്ട്. ആ പോയ ഫോണിൽ നിന്ന് ആ സിം എടുത്ത് വേറെ ഫോണിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അയാൾ അവസാനം വിളിച്ച നമ്പറുണ്ട്. ഒരുപക്ഷെ ഏതോ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ആ വിളിച്ചെന്നല്ല പറഞ്ഞേ. അപ്പൊ അത് പക്ഷെ വിളിച്ചു നോക്കുവാണെങ്കിൽ അയാൾ ആരാ എന്താന്നൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നു പറയാം. അത് ശരിയാ, താൻ വിളിക്കടോ എന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. കാരണം ആ പോലീസുകാരൻ വിളിച്ച് കൃത്യം ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വന്നേ. ശ്രുതി പേടിച്ചോണ്ട് പോയി ഫോൺ എടുക്കുവാണ്, കോൾ എടുക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവീന്റെ ഫോണിൽ നിന്ന് ആ കോൾ വരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. ഈ സമയം പോയ പോലീസുകാരൻ കൂടെ തിരിച്ചു കയറി വന്നു. അല്ല ഇതെന്താ ഇപ്പൊ നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നത്? ഞാൻ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല ഇവിടെയുള്ള സച്ചി ഓരോരുത്തരെ അടിച്ചു, പക്ഷേങ്കിൽ ആ വീട്ടിലേക്ക് തന്നെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങൾ കയറി വന്നിരിക്കുന്നു. നിങ്ങളും അയാളും തമ്മിൽ എന്തൊരു ബന്ധം, എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രുതി പെട്ടെന്ന് ഇല്ല സാറേ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ എങ്ങനെയാ സംഭവിച്ചേ? അയാളുടെ ഫോണിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വരുന്നത്? അതെനിക്ക് അറിയില്ല സാർ എന്ന് പറയണം. പെട്ടെന്ന് മീര പറഞ്ഞു, അല്ല നീ പറഞ്ഞില്ലേ നിന്നെ ഇടയ്ക്ക് വിളിച്ച ആരെയെ കുറിച്ച്? ഓ ചിലപ്പോ ഇനി അയാളായിരിക്കുമോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അല്ല മോൾക്ക് അയാളെ അറിയാവുന്ന ചോദിക്കുകയാണ്. ശ്രുതി വന്ന് ചോദിച്ചു, നിനക്ക് എങ്ങനെ അയാളെ പരിചയം എന്ന് ചോദിക്കാം. അവർക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, എന്താ സംഭവം എന്നറിയില്ലോ. ഈ സമയം ശ്രുതി പറഞ്ഞു, സാറേ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ എന്റെ കല്യാണമാണ്, ഇന്ന് കട തുറക്കില്ല എന്നൊക്കെയുള്ള കാര്യം. ഷോപ്പ് തുറക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ കോള് കട്ട് ചെയ്ത് വിടുക ചെയ്തതെന്ന് പറയാം. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, അതെങ്ങനെ ശരിയാവും? ഏട്ടത്തി ലേഡീസ് ബ്യൂട്ടി പാർലറല്ലേ നടത്തുന്നേ, പിന്നെ എന്താ അയാളെ ഏട്ടത്തിനെ വിളിക്കണേ? അത് പിന്നെ അയാളുടെ അമ്മയ്ക്കോ അനിയത്തിക്കോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു പക്ഷെ ഭാര്യയ്ക്കായിരിക്കും. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. തുറക്കുമെന്ന് ചോദിച്ചപ്പോൾ തുറക്കില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേങ്കിൽ അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ശല്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കോൾ എടുത്തില്ല എന്ന് പറയാം. പോലീസാണ് ശരി ഓക്കെ, പക്ഷെ ഞാൻ ഇടയ്ക്ക് വിളിപ്പിക്കാൻ നിങ്ങൾ വരണം. അയാൾക്ക് ചിലപ്പോൾ ബോധം വീണ് കഴിയുമ്പോൾ അയാൾ എന്താ മൊഴി തരുമെന്ന് അറിയില്ല എന്ന് പറയണം. ശരി സാറേ വന്നേക്കാന്ന് പറയണം. അങ്ങനെ സച്ചിയോടും പോയി പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം സച്ചി ശ്രുതിയോട് ചോദിച്ചു, അല്ല അവന്റെ കയ്യിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കിട്ടിയെന്ന് ചോദിക്കണം. ഒരു നിമിഷം ശ്രുതി ഒന്ന് ഞെട്ടി. ദൈവമേ തന്റെ കള്ളത്തരെല്ലാം കണ്ടുപിടിച്ചോ? അല്ല അത് പിന്നെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതൊക്കെ നീ എന്തിനാ അറിയേണ്ട ആവശ്യം? പോലീസുകാരെ അന്വേഷിച്ചു വന്ന് നിന്നെയാ. നീ ഇപ്പൊ അവനെ അടിക്കാൻ പോയതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? ഓഹോ അപ്പൊ അതുകൊണ്ടല്ലേ, അല്ലാതെ മരുമോളുടെ ഫോണിലേക്ക് കോൾ വന്നോണ്ടല്ല. ഇപ്പം എന്നോട് മാത്രമല്ല മരുമോളോടും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അത് മറന്നുപോയെന്ന് ചോദിക്കാം. പിന്നെ ഇവള് പറഞ്ഞൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കണമെങ്കിൽ ഇവളുടെ ഫോണിലേക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനാ അയാൾ വിളിച്ചെന്ന് വിശ്വസിക്കണം. ഞാൻ പൊട്ടനായിരിക്കണം. പിന്നെ സുധിയും അമ്മയും പൊട്ടനും പൊട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല, അവള് പറയുന്നതൊക്കെ വിശ്വസിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താണെന്നറിയാവോ? അവനെപ്പോലെ ഒരു ഫ്രോഡ് അവൻ കാറിൽ നിന്ന് സംസാരിച്ച എന്താണെന്നറിയാവോ? ഒരു പെണ്ണിനെ ഒരു ലോഡ്ജിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്ന കാര്യം അത്രയും വലിയൊരു ഫ്രോഡാ. അങ്ങനെ ഒരു ഫ്രോഡ് ഇവളെ വിളിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും എന്ന് പറയണം. കലാവതി മുത്തശ്ശി പറഞ്ഞു, പോട്ടടാ ഇനി അതിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ടെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, നല്ലൊരു ദിവസമായിട്ട് ഓരോ മരാമത്തുകളൊക്കെ വന്ന് കയറിക്കോളും. അതെങ്ങനെ വീട്ടിലുള്ളവർ നല്ലതാണ്, ഈ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലോ. നീ വാ മോടേന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. പിന്നീട് സച്ചി അതോടൊപ്പം തന്നെ ശ്രീകാന്തും കൂടെ ജോലിക്ക് പോവാണ്. ഈ സമയം ശ്രുതിക്ക് വല്ലാത്തൊരു വെപ്രാളമായി. ശ്രുതി അങ്ങോട്ട് എന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുക. മീര അങ്ങോട്ട് നീര് വന്നിട്ട്, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ? നീ ഒന്നും ശരിക്കും ഒന്ന് സന്തോഷിച്ചിരിക്കുക. ഇപ്പം നിന്നെ കണ്ടുണ്ടെങ്കിൽ എന്തോ പോലെയുണ്ട്, എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുവാന്ന് പറയണം. അതല്ല എന്റെ അവസ്ഥ നിനക്കറിയാലോ, ഇപ്പൊ തന്നെ പോലീസുകാർ അന്വേഷിച്ചു വന്നു. അയാൾക്ക് എങ്ങാനും ബോധം വീണിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ പറയണെന്ന് അറിയില്ലോ. അതോർത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയാം. അതെ ദൈവത്തെ ഓർത്തിപ്പോ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പൊ അയാൾ വന്നാൽ എന്താ കുഴപ്പം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അയാൾ വന്നിട്ടുണ്ട്, ചിലപ്പോ എന്താ പറഞ്ഞു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ പോയിട്ടെ അയാൾ എവിടെയാ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മീര പോവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അപ്പോഴാണ് വർഷയുടെ കോള് വരുന്നത്. അല്ല കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് ചോദിക്കണം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിരുന്നു, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നടന്നെന്ന് പറയാം.
ഓ ഞാനാകെ പട്ടിണിയായി പോയെന്ന് പറയാം. അതെന്താ? അല്ല ശ്രീ കല്യാണത്തിന് പോയതുകൊണ്ട് എൻ്റെ കാര്യം ഗോവിന്ദേ, എനിക്കാണെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റിലൊന്നും മേടിച്ച് കഴിക്കാനും ഇഷ്ടമില്ല. കാരണം അവിടുത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ല. ശ്രീയുടെ ഫുഡ് കഴിച്ച് എനിക്ക് അതിനോട് മാത്രം ഇഷ്ടമുള്ളെന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ. ഈ കണക്കിന് പോയാൽ ഞാൻ 2 ദിവസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പട്ടിണിയായപ്പോൾ അത്ര തന്നെ. ഈ സമയം ശ്രുതി പറഞ്ഞു, അതെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പട്ടിണിയായി പോയില്ലേ, എന്നൊരു കാര്യം ചെയ്യാം, റെസ്റ്റോറൻറ്റിലേക്ക് നേരെ പോരാൻ പറയണം. അതെങ്ങനെ ശരിയാവും? അവിടെ വന്നാലും ശ്രീ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന് പറയണം. ഞാനുണ്ടാക്കി തരാന്നേ. അല്ല അപ്പൊ ശ്രീ ഇന്ന് കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു. എന്റെ കല്യാണമൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പറയാം. അതെ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പരീക്ഷിക്കണ്ടേന്ന് ചോദിക്കാം. പരീക്ഷിക്കണം, എന്നാ ഞാൻ കൊടുത്തു വിട്ടേക്കാന്ന് പറയാം. വേണ്ട വേണ്ട, കൊടുത്തു വിടണ്ട. നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ, നമുക്ക് നിന്ന് നേരിട്ട് കാണാം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്നറിയാം. എന്നാ ശരി, നേരിട്ട് ഇങ്ങോട്ട് പോരാൻ പറയാണ്. പിന്നീട് ശ്രുതി ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ വിഷമിച്ചിരിക്കുക. അപ്പൊ ഡ്രസ്സൊക്കെ പതുക്കെ ഇനി മാറ്റി ഊരിയെല്ലാം വെക്കണം. പക്ഷെ ഊരാൻ പോലും തോന്നില്ല. കാരണം എന്താന്ന്, ഇനി എപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറയാൻ പറ്റില്ല. നവീൻ ഒരു പക്ഷേ വിളിക്കുവോ വരുവോ എന്തെങ്കിലും ചെയ്താൽ തന്റെ കാര്യം കട്ടപ്പുകയായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുന്ന സമയത്ത് മീരയുടെ കോള് വരുന്നേ. എന്താടി നീ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കാം. ഇത് നീ പേടിക്കണ്ട. എന്തിയേ ശ്രുതി എന്തിയെന്ന് ചോദിക്കാണ്. ശ്രുതി അപ്പുറത്താ. അല്ല നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന്, അടിച്ചു പൊളിക്കണ്ടേന്ന് ചോദിക്കോ. ഒന്നും മിണ്ടാതെ പോക്കോടെ, ഫസ്റ്റ് നൈറ്റ് ഇതെന്റെ ലാസ്റ്റ് നൈറ്റ് ആണെന്ന് എനിക്ക് തോന്നേ. നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? എടി നവീന്റെ കാര്യം ഓർത്തിട്ട്, അവന്റെ കാര്യം ഓർത്തിട്ട് യാതൊരു ടെൻഷനും വേണ്ട. അവനെ ഇവിടെ കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കോമ സ്റ്റേജിലേക്കാ? അതെ. അവന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയാവോ? അവന് കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഇനി ബോധം വീഴുമെന്നും പറയാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സന്തോഷത്തോടെ നിന്നെ വിളിക്കണേ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലേ? നീ അടിച്ചു പൊളിക്കവിടെ. പെട്ടെന്നൊന്നും എന്താളും അവന് നിന്റെ അടുത്തേക്ക് വരാനൊന്നും പോകുന്നില്ല. നിനക്ക് സന്തോഷത്തോടെ അവിടെ ജീവിക്കാന്ന് പറയാം. ശ്രുതി പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും ശ്വാസം ഒന്ന് നേരെ വീണ്. എന്റെ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കിട്ടു. ശരി ശരി, എന്നാ ഫോൺ വെച്ചിട്ട് നീ എൻജോയ് ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് മീര കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം ശ്രുതി മനസ്സിൽ കരുതി, ഒരു പക്ഷേങ്കില് ഈ ഒരു അവസ്ഥയ്ക്ക് തന്റെ ജീവൻ രക്ഷിച്ചത് അവന് അയാളും കൂടെ കൂടിച്ചേർന്നാണ് സച്ചി. ഒരു സച്ചാണ് അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ മിക്കവാറും നവീൻ വന്ന് ഈ വിവാഹം മുടക്കിയാനും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് സച്ചിയോടൊരു ബഹുമാന സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് ശ്രുതി നേരെ ആ സന്തോഷം നേരെ ഹാളിലേക്ക് വരുവാണ്. അപ്പം ഭാമയുണ്ടായിരുന്നു. ചന്ദ്രമതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടി വന്ന് ചന്ദ്രമതിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താ മോളെ, എന്ത് പറ്റിന്ന് ചോദിക്കണേ. ഏയ് ഒന്നുമില്ല. മോളുടെ മുഖത്ത് നല്ലൊരു സന്തോഷം കാണുന്നുണ്ടായിരുന്നല്ലോ. ആ കല്യാണത്തിന്റെ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ മോളുടെ മുഖത്ത് നല്ല സന്തോഷം. അതാൻറ്റി, അതെന്താന്ന് പറയട്ടെ, എനിക്ക് ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. കൈ പിടിച്ച് തരാൻ പോലും ആരും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടേ വിഷമം. എനിക്ക് തോന്നി മോൾക്ക് എന്തോ വിഷമം ഉണ്ടെന്ന്. അതാന്ന് എനിക്ക് മനസ്സിലായി. ബാമ പറഞ്ഞു, അതിന് പറയേണ്ട ആവശ്യമുണ്ടോ? സാധാരണഗതിയിൽ അച്ഛനും അമ്മയും ആരെങ്കിലും കാണുമല്ലോ. അതില്ലാതെ വരുന്ന സമയത്ത് ബന്ധുക്കാരെങ്കിലും കാണും. ഇതൊന്നും ഇല്ലാതെ വന്നതിന്റെ ഒരു സങ്കടം അതായിരുന്നു സുധിമോടെ മനസ്സിൽ. ഞങ്ങൾക്കെല്ലാം അത് മനസ്സിലായെന്ന് പറയാം. ഇനി എനിക്ക് കുഴപ്പമില്ല ആൻറ്റി, എനിക്കിപ്പോൾ സന്തോഷമായി. ഇവിടെ എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു അമ്മേനെ കിട്ടിയില്ലേ, എനിക്ക് അത് മതിയെന്ന് പറയാം. ചന്ദ്രമതി ഒരടിയും കൂടെ നിലത്തുനിന്ന് അങ്ങോട്ട് പൊങ്ങി. ഇത്രയും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇത് കണ്ടുകൊണ്ടാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രന് മനസ്സിലായി, വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ ചന്ദ്രനെ സോപ്പിടുവാണല്ലോ എന്നൊരു ചിന്ത രവീന്ദ്രന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. ഈ സമയം രേവതിയും കൂടെ അങ്ങോട്ട് വന്നു. രേവതിയോട് പറഞ്ഞു, ചിലരൊക്കെ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. എന്ത് പറയാനാ, വന്ന് കയറി അന്ന് മുതൽ ദുശകനമാ, കഷ്ടകാലം ഒഴിഞ്ഞ സമയമില്ല എന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചന്ദ്രേ, വെറുതെ നീ അവളെ താഴ്ത്തി കിട്ടേണ്ട ആവശ്യമില്ല. ഞാൻ അവളുടെ പേരൊന്നും പറഞ്ഞല്ലോ. പേരൊന്നും പറയണ്ട, ഞങ്ങളും ചോറ് തന്നെയാ കഴിക്കുന്നത്, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമെന്ന് പറയണം. ഈ സമയം കലാവതി മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വന്നു. ആ കലാവതി മുത്തശ്ശി ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല ചടങ്ങുകളൊക്കെ നടത്തേണ്ടത് നിൽക്കുക. ചടങ്ങുകൾ എന്ത് ചടങ്ങുകൾ? അപ്പൊ സുധി ഇറങ്ങി വന്നു. സുധി ചോദിച്ചു, ഇനി എന്ത് ചടങ്ങുകളാ അച്ഛമ്മേനെ ചോദിക്കുകയാണ്. അല്ല ചടങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടത്തിന്ന് മോതിരെടുക്കുന്ന ചടങ്ങ്. കുടത്തിന്ന് മോതിരെടുക്കുന്ന ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി, ശരിയാ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അതെ ഇവിടെ ഈ നാട്ടിലില്ല. പെട്ടെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ കല്യാണത്തിന് ശേഷം കുടത്തിന്ന് മോതിരം ഇട്ടെടുക്കുന്ന ആ ചടങ്ങ് നടത്തേണ്ടതെന്ന് ചോദിക്കുക. അതിനെന്താ, ആ ചടങ്ങ് നമുക്ക് നടത്താമല്ലോ എന്ന് ചന്ദ്രമതി പറയാണ്. ശ്രുതിക്ക് എന്താന്ന് കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് രേവതിയോട് വരുമ്പോൾ രേവതിയോട് ചന്ദ്രമതി പറഞ്ഞ, അതെ നീ പോയി ഒരു കുടത്തിനകത്ത് കുറച്ച് വെള്ളം എടുക്ക്, അതിനകത്ത് കുറേ മഞ്ഞപ്പൊടി ഇടണം, കുടം നല്ല വൃത്തിക്ക് പൂ വെച്ച് അലങ്കരിക്കണമെന്ന് പറയാം. പിന്നീട് പപ്പടം നന്നായിട്ട് പൊള്ളിക്കണമെന്ന് പറയാം. എന്തിനാന്ന് രേവതിക്ക് മനസ്സിലായില്ല. രേവതി വെച്ച്, എന്തിനാമേ അതൊക്കെ നീ കണ്ടോ, എന്തിനാന്ന് പിന്നീട് അറിഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ രേവതി അങ്ങോട്ട് കയറിപ്പോയപ്പോൾ കലാവതി മുത്തശ്ശി പറഞ്ഞു, അല്ല അവരുടെ ചടങ്ങുകൾ നടത്തണ്ടേ, അവരിതുവരായിട്ട് ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവരുടെ ആ ചടങ്ങുകൾ നടത്തിയാൽ മതി എന്ന് പറയണം. പിന്നീട് ശ്രുതി വെച്ച്, എന്താമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് മോളെ, അവിടെയൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കുടത്തിനകത്തേക്ക് മോതിരം ഇടും.
മോതിരം ഒരു ഇട്ടതിന് ശേഷം ഭാര്യയും ഭർത്താവും അതിനകത്ത് കൈ ഇട്ടിട്ട് ആ മോതിരം എടുക്കും. ആർക്ക് കിട്ടുന്നോ അവർ ജയിക്കും. അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ തലയെ വെച്ച് പപ്പടം പൊട്ടിക്കുന്ന ചടങ്ങുണ്ടെന്ന് പറയണം. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രുതിക്ക് അത്ഭുതമാണ് തോന്നിയത്. ശ്രുതി പറഞ്ഞു ഇത് കൊള്ളാലോ എന്ന് പറയണം. ഈ സമയം അടുക്കളയിൽ പോയി രേവതി പപ്പടമൊക്കെ കാച്ചു വേണം. പപ്പടമൊക്കെ കാച്ചി വെച്ച് പിന്നെ ഒരു കുടമെടുത്ത് അതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് നന്നായിട്ട് മനോഹരമായിട്ട് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഹാളിലേക്ക് വരുവാണ്. ഈ സമയത്താണ് സച്ചി വന്ന് കാറിലിറങ്ങുന്ന. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് സച്ചി വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇനിയിപ്പോ സച്ചി വന്ന് എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല ഈ ചടങ്ങ് നടത്തുന്നതിന്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.